നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവ പ്രശ്നം കൊടുമ്പിരി കൊള്ളുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% അമേരിക്ക ഉയർത്തി. ഇന്നു മുതലാണ് ഈ തീരുവ പ്രാബല്യത്തിൽ വരുന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ചൈന പ്രതികാരത്തോടെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചതെന്നും ചൈന അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ട്രംപ് ദയ കാണിക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു. നേരത്തെ ചുമത്തിയിരുന്ന 20%വും ഈ മാസം പ്രഖ്യാപിച്ച പകരച്ചുങ്കമായ 34%വും അടക്കം 54%മായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം. ഇതിൽ പ്രകോപിതരായ ചൈന അമേരിക്കയ്ക്കെതിരെ 34% പകരം തീരുവ പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് നിലവിലെ 54%-നൊപ്പം 50% കൂടി കൂട്ടി ട്രംപ് ഇപ്പോൾ 104% തീരുവ ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. ചൈന ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിച്ചില്ലെങ്കിൽ 50% അധിക തീരുവ ചുമത്തുമെന്നും വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിക്ക് പിന്നാലെയാണ് ഇന്നു മുതൽ തീരുവ 104%-ആക്കി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഏപ്രിൽ 1-ാം തീയതി ലോക വിഡ്ഢി ദിനമായതിനാൽ ഏപ്രിൽ 2 മുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നത്. ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് പകരമായി ചൈന 34% അധിക തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതുകൂടാതെ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 30ഓളം US സംഘടനകൾക്കും ചൈന നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 70ഓളം രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്ക് വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയത്.